വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 20. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവിടെ മധ്യേ നിന്ന് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ കൈകളും പാർശ്വം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശു അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ കൃപ പ്രാർത്ഥിക്കാം. ഇന്ന് ആഗോള തിരുസഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളായ നമ്മുടെ മേൽ വർഷിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ആദ്യമായി അവർക്ക് നൽകുന്ന മഹത്തായ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപ അവർ അനുഭവിക്കുകയും ചെയ്യുന്ന വിശുദ്ധ നിമിഷമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം എന്നിവ എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പദങ്ങളാണ്. പരിശുദ്ധാത്മാവ് ശക്തിയായി ഇറങ്ങി വന്ന് അവിടുന്ന് നമ്മെ ബലപ്പെടുത്തുകയും നമ്മുടെ ഭയമില്ലാതാക്കി ധീരതയോടെ സാക്ഷ്യം നൽകാൻ ബലം നൽകുകയും ചെയ്യും. ആത്മാവിൻ്റെ ചൈതന്യമില്ലാതെ നമുക്കാർക്കും ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. അഗ്നിയായി കൊടുങ്കറ്റായി ആത്മാവ് അവിടെ മേൽ ഇറങ്ങി വന്നു. ഈ ഭൂമിയിലെ ശക്തിക്ക് അതീതമായ ദൈവീക ശക്തിയുടെ ഏറ്റവും മഹത്തായ അടയാളമാണ് പരിശുദ്ധാത്മാവ്. ദൈവാനുഭവം നമ്മളിൽ ശക്തമായി നിറയണം. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാനാകാത്ത വലിയൊരു നീരുറവയായി ഞങ്ങളിൽ നിറയണം. ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടും. തിരുസഭ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് പുതിയൊരു പെന്തക്കോസ്തയ്ക്കായി ഒരുങ്ങുവാനാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് പുതിയ ദൈവമക്കളായി രൂപാന്തരപ്പെടുവാനാണ്. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട പുതിയ ഇസ്രായേൽജനമായ നാം സ്വർഗീയ പെന്തക്കോസ്തയ്ക്കായി നമ്മെ തന്നെ ഒരുക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായന അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി തീനാളമായി അവിടെ മേൽ വന്നിറങ്ങുകയാണ്. അവർ പ്രാർത്ഥനയിലായിരുന്നു. അവർ ഏക മനസ്സോടുകൂടിയായിരുന്നു. അവർ പരിശുദ്ധ അമ്മയുടെ കൂടെയായിരുന്നു. ഓർക്കുക പ്രിയരെ, അമ്മയ്ക്കരികിലിരുന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം കൂടിയാണ് ഇന്നത്തെ ആദ്യ വായന. പരിശുദ്ധാത്മാവ് തിരുസഭയിലേക്ക് ആദ്യമായി നൽകപ്പെടുന്നത് അമ്മയ്ക്കരികിലിരുന്ന് ആത്മാർത്ഥതയോടുകൂടി ശിഷ്യഗണം പ്രാർത്ഥിച്ചപ്പോഴാണ്. സ്വർഗം തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നി രൂപത്തിൽ അവരിൽ വന്ന് നിറയുകയും അവരെ ശക്തിപ്പെടുത്തുകയും ധീര സാക്ഷികളായി അവർ മാറുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി ഇന്നത്തെ ആദ്യ വായനയിൽ കാണുന്നു. അവർ അവരുടെ സ്വന്തം ഭാഷയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് അവരുടെ മേൽ സുവിശേഷ ചൈതന്യം പകർന്നു. അവർ നൽകിയ സുവിശേഷ സന്ദേശം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന എല്ലാ മതസ്ഥർക്കും ഭാഷക്കാർക്കും അത് മനസ്സിലാവുകയും അവരെല്ലാവരും താങ്കളുടെ ഭാഷയിൽ അത് ശ്രവിക്കുകയും ചെയ്തു. വിവിധ ഭാഷയിലായിരുന്നവരെ ഏക ഭാഷയിൽ ഒന്നിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ 2-ാമത്തെ വായന 1 കൊരിന്തോസ് 12-ാം അധ്യായത്തിൽ നിന്ന് നാം കാണുന്നത് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരമല്ലാതെ നമുക്കാർക്കും സാധിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ,
പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത് സഭയുടെ, സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഫലപ്രദമാക്കുമ്പോൾ മാത്രമാണ് ദൈവാത്മാവ് നമ്മളിൽ കുടികൊള്ളുക. ഇന്നത്തെ സുവിശേഷം ഏറ്റവും മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ച് ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ പാപമോചനം നൽകുവിൻ, എല്ലാവരോടും ക്ഷമിക്കുവിൻ, എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപാവരം സമൃദ്ധമായി ചൊരിയുവിൻ. എല്ലാ തിന്മയെയും ബന്ധിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവർക്ക് നൽകപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രതിരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. അത് സമാധാനത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ്. അഗ്നിമയനായി പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിന്മേൽ ഇറങ്ങി വന്നു. അത് വിശുദ്ധീകരണത്തിൻ്റെയും നമ്മെ പ്രകാശപൂരിതമാക്കുന്നതിൻ്റെയും നമ്മെ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും പ്രതീകമാണ്. അപ്പോസ്തലന്മാർക്ക് മുൻപേ പ്രവാചകന്മാർ അനുഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ദൈവത്തിൻ്റെ കാറ്റായി അവർക്ക് അനുഭവപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ വലിയ സ്നേഹ ചൈതന്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു. അഭിഷേക തൈലമായി ഇന്നും ആ കൃപയുടെ ബലം നമുക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 1 സാമുവേൽ 16 അധ്യായം 13 തിരുവചനത്തിലും യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായം 14 അധ്യായത്തിലും അഭിഷേക തൈലത്തിൻ്റെ ശക്തിയും ബലവും നമ്മൾ കാണുന്നു. റൂഹായായി നമ്മുടെ മേൽ അവൻ്റെ കൃപ സമൃദ്ധമായി ചൊരിയുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരായി സാക്ഷികളായി തീരുക. ഈ വിശുദ്ധ ദിനത്തിൽ ആശ്വാസദായകനായി, ദൈവത്തിൻ്റെ ആത്മാവായി, സഹായകനായി, സത്യത്തിൻ്റെ ആത്മാവായി, നമ്മെ പഠിപ്പിക്കുന്ന കൃപയുടെ നിറവായി, ഉപദേഷ്ടാവായി, ദൈവിക പ്രകൃതിയായി, സർവ്വവ്യാപിയായി, ദൈവത്തിൻ്റെ ദാനമായി നമ്മളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.